ശ്രീ എൻ ലാൽകുമാർ, അപ്പോൾ അതിനെതിരെയുള്ള കേരളത്തിൽ ഇന്ന് കണ്ട ഈ ചങ്ങലയുടെ കാഴ്ച രാജ്യത്ത് നടക്കുന്ന, രാജ്യത്തിൻ്റെ മനസ്സാണ്, യുവാക്കളുടെ മനസ്സാണ്, സ്ത്രീകളുടെ, കർഷകരുടെയൊക്കെ മനസ്സാണ് എന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? അല്ല, ഇവിടെ നമ്മളുടെ ചർച്ചാ വിഷയം യഥാർത്ഥത്തിൽ സെന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഏറ്റവും നന്നായിരിക്കുക എന്നുള്ളത് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളാണ്. വിത്തൗട്ട് എ പ്രോപ്പർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ് ദർ ഇസ് നോ കോപ്പറേറ്റീവ് ഫെഡറലിസം. അത് കൃഷ്ണേട്ടന് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. നോക്കൂ, ഇവിടെ നമ്മൾ സംസാരിച്ചു വന്നത്, ഇപ്പം വസീഫ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, കൃഷ്ണേട്ടനും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവരെല്ലാം പറയുന്ന കാര്യങ്ങൾ എക്കണോമിക് ഫ്രണ്ടിലുള്ളത് മാത്രമാണ്. എക്കണോമിക് ഫ്രണ്ടിൽ മാത്രമല്ല നമുക്ക് സെൻട്രറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഡിവൈഎഫ്ഐ ഇന്ന് നടത്തിയ സമരം ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ നയം അവഗണന, ആ അവഗണന എന്ന് പറയുന്നത് സാമ്പത്തികം മാത്രമല്ല, കുറെയൊക്കെ രാഷ്ട്രീയവുമാണ്, സാമൂഹ്യവുമാണ്. അങ്ങനെ ഒരു തലവും കൂടി അതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഈ സംസ്ഥാനം മാത്രമല്ല, ഡോക്ടർ ലാൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. എന്താണ് ഇവർ ഗവർണറെ കൊണ്ട് ചെയ്യിക്കുന്നത്? എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്? ദേ മാനുഫാക്ചറിങ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പം സംസ്ഥാനത്ത് ഭരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റിന് അതിന്റെ പവർ എക്സസൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് രാജ്യത്ത് പലയിടത്തും ഉണ്ട്. ഇപ്പൊ നമുക്ക് ബംഗാളിലതുണ്ട്, തമിഴ്നാട്ടിലത് നമ്മൾ കണ്ടു, ഈ പറയുന്ന രാജസ്ഥാനില്, കേരളത്തില്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ വന്ന് ഇവർക്ക് പരിപാടി നടന്നില്ല എങ്കിൽ ഇവരെ പുറത്തു നിർത്തിയിരിക്കുന്നിടത്തെല്ലാം ഇവർ ഒരു ബാക്കിയുള്ള സർക്കാരുകളെ ഏലിയനേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നുള്ളതാണ്. അതാണ് അതിനകത്തെ ആദ്യത്തെ പോയിന്റ്. കാര്യം നമ്മൾ അതിനെ എക്കണോമിക് ഫ്രണ്ട് മാത്രം കാണരുന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ താങ്കൾ ഇപ്പൊ ഈ ചർച്ച തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? റിപ്പോർട്ടർ കളക്റ്റീവുമായി ബന്ധപ്പെട്ട് ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വരുന്നു. എന്താണ് സ്റ്റേറ്റ്മെന്റ്? സംസ്ഥാന സർക്കാരിന് കൊടുക്കാനുള്ള വിഹിതം കൊടുക്കാതിരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ടിടപെടുന്നു. അതൊരു ചർച്ചാ വിഷയമല്ലേ? അതിന് മറുപടി കൃഷ്ണേട്ടൻ പറയണ്ടേ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നാൽ ഈ പറയുന്ന ഈ ആർട്ടിക്കിൾ 14 അപ്ഹോൾഡ് ചെയ്യേണ്ട ആൾക്കാരിൽ ഒരാളാണ്. ആ അപ്ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കിട്ടാതെ വരുമ്പം യഥാർത്ഥത്തിൽ ഇംപാർഷ്യാലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈക്വാലിറ്റി അപ്ഹോൾഡ് ചെയ്യേണ്ട ഒരാള് അഡ്മിനിസ്ട്രേഷനിലെ ഇംപാർഷ്യാലിറ്റി പാലിക്കാതെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കത്തക്ക രീതിയിൽ ഇടപെടണം എന്ന് പ്രധാനമന്ത്രി നേരിട്ട് പറയുന്നു എന്ന് പറയുമ്പം അതിനകത്തൊരു അപകടം ഒളിഞ്ഞിരിപ്പില്ലേ? അതിനെക്കുറിച്ച് എത്രമാത്രം ശക്തമായി രാജ്യം ചർച്ച ചെയ്തു? കാര്യം രാജ്യത്തെ ഈ പറയുന്ന കമ്പനികളെല്ലാം ഇവരുടെ പോക്കറ്റിലാണ്. കമ്പനികളാണ് ഈ പറയുന്ന ചാനലുകളെല്ലാം ഓൺ ചെയ്യുന്നത്. ഇപ്പൊ പറയുന്നത് കേന്ദ്രത്തിൽ നമ്മൾ ഇംഗ്ലീഷ് ചാനൽ പലതും എടുത്തു കഴിഞ്ഞാൽ പലതും അംബാനിയുടെയും അദാനിയുടെയും കയ്യിലായിരിക്കുന്നത്. അപ്പൊ അവിടെ നരേന്ദ്രമോദിക്കെതിരെ ഒരു ചർച്ച നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അത് വിട്ടുകളഞ്ഞു എന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രസക്തമായി നമ്മൾ നോക്കിക്കാണ്ടത്. ദാറ്റ്സ് എ സിഗ്നിഫിക്കന്റ് പോയിന്റ് ടു ബി ഡിസ്കസ്ഡ്. അത് നടത്തിയിട്ടില്ല. പിന്നെ ഇവിടെ അടുത്ത് വന്നൊരു കാര്യം, എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അംബാനീസ് ആൻഡ് അദാനീസ് പ്രോഗ്രസ്, ദാറ്റ് ഇസ് നോട്ട് ഇന്ത്യസ് പ്രോഗ്രസ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് നിങ്ങൾ അതാണ് ഇന്ത്യയുടെ പ്രോഗ്രസ് എന്ന് കരുതുന്നുണ്ട് നിങ്ങൾക്ക്. നോക്കൂ, ഇവിടെ കുറെ എക്കണോമിസ്റ്റുകൾ, എക്സ്പേർട്ട് എക്കണോമിസ്റ്റുകൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഇവർ ക്ലെയിം ചെയ്യുന്ന നമ്പേഴ്സിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന് ക്ലെയിം ചെയ്യുന്ന നമ്പേഴ്സിൽ ഡിസ്പ്യൂട്ട് ഉണ്ട്. ആ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന നമ്പേഴ്സിൽ ഇന്ത്യ ഗ്രോ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത്രയും എംപ്ലോയ്മെന്റ് ജനറേഷൻ പോരാ. നമുക്ക് 5% അല്ലെങ്കിൽ 8% ഗ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഗ്രോ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിനുള്ള പ്രപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ഉണ്ടാകണം. അങ്ങനെ പ്രപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നില്ല. അത് പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടാകണം. ആ പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടാകേണ്ടത് ഈ പറയുന്ന എക്കണോമിക് ഗ്രോത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ പറയുമ്പം അതിനനുസരിച്ചുള്ള പ്രപ്പോർഷനേറ്റ്
എംപ്ലോയ്മെന്റ് ഗ്രോത്ത് ഉണ്ടാകുന്നില്ല എങ്കിൽ ദർ ഇസ് ഡിസ്ക്രിപ്പൻസി ഇൻ ദ നമ്പേഴ്സ്. അത് അല്ലെങ്കിൽ ആ നമ്പേഴ്സിൽ നമ്മൾ റിലേ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇത് ഞാൻ പറയുന്നതിനെക്കാട്ടിലും വൃത്തിയായിട്ട് രാജ്യത്തെ ഫൈനാൻസ് മിനിസ്റ്ററിന്റെ ഭർത്താവ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഐഡന്റിറ്റി കൊടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നു. എന്നാലും അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വരുന്നു. എന്നോട് ക്ഷമിക്കൂ ആൾക്കാർ. പരക്കാല പ്രഭാകരൻ എന്ന ഒരു ജീനിയസ്, അദ്ദേഹം പറയുന്നത് ഫൈനാൻസ് മിനിസ്റ്ററും മോഡിയും കൂടെ ചേർന്ന് കാണിക്കുന്നത് ഇൻകോമ്പീറ്റൻസ് ആണെന്നാണ് അദ്ദേഹത്തിന്റെ റീസെന്റ് പുസ്തകത്തിൽ പറയുന്നത്. പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ മോഡിയുടെ പേരെടുത്ത് തന്നെ പറയുന്നുണ്ട്. ഇത് ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ഇൻകോമ്പീറ്റൻസ് ആണ് നടക്കുന്നതെന്ന് പറയുന്നത് പരക്കാല പ്രഭാകരനാണ്, വേറെ ആരുമല്ല. അത് റീസെന്റ് ഇറങ്ങിയ ബുക്കാണ്. പിന്നെ അടുത്തത് രസകരമായ ഒരു കാര്യം എനിക്ക് തോന്നിയത് റെയിൽവേയുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഒന്നുകൂടെ അദ്ദേഹത്തിന്റെ പേര് നിർമ്മല സീതാരാമന്റെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നുള്ള ആ ഐഡന്റിറ്റി ഞാൻ ഉപയോഗിച്ചത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാര്യം അങ്ങനെ കുറച്ച് കാണേണ്ട ഒരു ഐഡന്റിറ്റി ഉള്ള ഒരാളല്ല പരക്കാല പ്രഭാകരൻ. അത് ഞാൻ ഒന്നുകൂടെ ഊന്നി പറയട്ടെ. അതൊരു ചെറിയ കാര്യമല്ല, അത് നമ്മൾ അതെ, ആ ഐഡന്റിറ്റി മാത്രമല്ല അദ്ദേഹം. അടുത്തത് റെയിൽവേയെ കുറിച്ചാണ്. റെയിൽവേയിലെ ടിക്കറ്റിനെ കുറിച്ച് വസീഫ് പറഞ്ഞു. എന്താണ് ഇവിടെ നടക്കുന്നത്? അതും വസീഫ് പറഞ്ഞ മറ്റൊരു പോയിന്റുമായിട്ട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. BSNL പൂർണ്ണമായും തൊഴിൽ രഹിതമാക്കുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നു. എന്താ BSNL സംഭവിച്ചത്? പ്രൈവറ്റൈസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് ഇപ്പൊ റിലയൻസ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞപ്പോൾ റിലയൻസിന്റെ ഈ പറയുന്ന BSNL സർവീസ് മോശമായി. BSNL കണക്ഷൻ എനിക്ക് തോന്നുന്നു ഈ ഞങ്ങളുടെ പഞ്ചായത്ത് ഞാൻ മാത്രം കീപ്പ് ചെയ്യുന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇവര് എങ്ങനെയും ഒരു ബെനിഫിഷ്യൽ കാര്യം ഉണ്ടാകട്ടെന്ന് വെച്ച് ഞാനിത് കീപ്പ് ചെയ്യുന്നുണ്ട്. വിളിച്ചാൽ കിട്ടത്തില്ല, അത് വേറെ വിഷയം. എന്നാലും ഞാൻ പൈസ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്ഥാപനത്തിനെ നശിപ്പിക്കാനുള്ള പ്രവണത അല്ലെങ്കിൽ ഈ പറയുന്ന ഇനീഷ്യേറ്റീവ് എടുത്ത് സർക്കാർ തന്നെയാണ്. BSNL നശിപ്പിച്ച ആരാണ്? സത്യത്തിൽ BSNL തൊഴിലാളികളും സർക്കാരും തമ്മിൽ ചേർന്നാണ്. തൊഴിലാളികൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്ന മാനേജ്മെന്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന റെയിൽവേക്ക് ഈ ഗതി വരിക എന്നുള്ളത് ഇവരുടെ ആവശ്യമാണ്. കാര്യം ബൊംബാർഡിയർ, സീമെൻസ് ഇങ്ങനെയുള്ള മൈറ്റി ജയന്റുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഈ പറയുന്ന റെയിൽവേ പ്രോഗ്രാംസിൽ അല്ലെങ്കിൽ റെയിൽവേയുടെ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോഗ്രാംസിൽ ആ പ്രോജക്ട്സിൽ ഒരു കൈ കിട്ടണമെങ്കിൽ, ഒരു അപ്പർ ഹാൻഡ് കിട്ടണമെങ്കിൽ റെയിൽവേയുടെ നേരിട്ട് നിന്നാൽ കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പൊ ഇതിനെ ഈ പബ്ലിക് സെക്ടർ എന്ന് പറയുന്ന ഇതിൽ നിന്ന് മാറ്റി ഇതിനെ കുളമാക്കി നടത്തേണ്ടത് കൊണ്ടാണ് ആദ്യം ഒരു ബഡ്ജറ്റ് സെപ്പറേറ്റ് എന്നുള്ള സാധനം എടുത്ത് മാറ്റിയത്. നോക്കൂ, റെയിൽവേ ബഡ്ജറ്റ് സെപ്പറേറ്റ് ആയിരുന്നു, അത് മാറ്റി സിംഗിൾ ബഡ്ജറ്റ് ആക്കി. എന്നിട്ട് റെയിൽവേയുടെ അലോക്കേഷൻ ഇത്ര എന്ന് പറയുക. നേരത്തെ ഇച്ചിരൂടെ കണക്ക് വ്യക്തമായി പാർലമെന്റിനെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ ഈ പറയുന്ന റെയിൽവേ മിനിസ്റ്റർ വന്ന് സംസാരിക്കുമായിരുന്നു. ഇതിപ്പോ ധനകാര്യ മന്ത്രി സൈഡിൽ കൂടെ അങ്ങ് പറഞ്ഞു പോവാണ്. ഇത് കുറെ നാളുകളായി നമ്മളുടെ നാട്ടിൽ നടക്കുന്ന, ഇപ്പൊ കോൺഗ്രസ് ഭരിച്ചപ്പോഴും അത് തന്നെയായിരുന്നു, റെയിൽവേ നശിപ്പിക്കാനായിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നു. അപ്പൊ നമ്മള് ചെയ്യുക എന്നുള്ളത്